വെൽക്കം ബാക്ക് ടു സിനിമ പെട്ടി. സ്വപ്നം കൊണ്ടൊരു തുലാഭാരം എന്ന ചിത്രത്തിലെ നല്ലൊരു അമ്മവേഷം അഭിനയിച്ച് ശ്രീവിദ്യയുടെ ഒരു നല്ലൊരു പെർഫോമൻസ് നമുക്കിപ്പോ കാണാം. നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? അമ്മുവിനെ അനിയൻകുട്ടൻ വിവാഹം കഴിക്കേ? ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. എത്ര നാൾ കാത്തിരുന്നിട്ടാ? ഞാൻ സമ്മതിക്കില്ല. നീയാണ് അമ്മുവിനെ വിവാഹം കഴിക്കേണ്ടത്. ഇത്രയും ഉത്തമത്തിൽ ചേർന്ന ഒരു ആലോചന നിനക്കിനി വരില്ല. മുറ്റം നിറയെ വിളക്കം കത്തിച്ചു വെച്ച് നിന്നെ സ്വീകരിച്ച ആ കുട്ടി വേറൊരാളെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ വെളിച്ചത്ത് നിൽക്കാനുള്ള മഹാഭാഗ്യം നിനക്കുള്ളതാണ്. അത് അനിയന്റെ അഹങ്കാരം കാണിച്ച് അവന് പിടിച്ചു വാങ്ങാനുള്ളതല്ല. മരിച്ചുപോയ അച്ഛന്റെ ശ്വാസം നിന്നെ ഏൽപ്പിച്ച അമ്മു മറ്റൊരാളുടെ പുറകെ പോയെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അനിയൻകുട്ടൻ അവൾക്ക് അനിയനാണ്, അതാണ് സത്യം. നീ അമ്മുവിനെ വിവാഹം കഴിക്കണം. എനിക്ക് വാക്കുതാ. നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? നീ എപ്പോഴാ വന്നേ? ഇവന്റെ ഒരു വേഷം നോക്കി ആകെ കരുവാളിച്ചു. നീ കുടിച്ചിട്ടുണ്ടോ? അവൻ കുടിച്ചിട്ടൊന്നുമില്ല, ക്ഷീണമാ. കുറച്ചു ദിവസമായി വെളിയിലുള്ള ഭക്ഷണല്ലേ, പോരാത്തത് വെയിലത്തോടെ അലച്ചിലും. മോനെ, അവനെ വെറുതെ വിടത്. അവനെന്താ കൊച്ചു കുട്ടി പറ്റിയാണോ? അമ്മേ, എന്താ മോനെ? ഒരു കാര്യം ചോദിച്ചാ എന്നോട് സത്യം പറയൂ. സത്യം പറയണം, സത്യം മാത്രം. എന്താ അത്? എന്നെ പ്രസവിച്ചത് അമ്മ തന്നെയാണോ? അല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ രണ്ടാളെയും രണ്ടായി കാണുന്നത്. നിക്കട അവിടെ. നീ എന്താ പറഞ്ഞത്? ഇത് ചോദിക്കാനാണോ നീ പാതിരാത്രിക്കാരി വന്നത്? നിനക്ക് എന്താണോ പറ്റിയത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അവനവനെ ന്യായീകരിക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതാദ്യം നീ നിർത്തണം. ഇനിമേൽ ഇങ്ങനൊന്നും എന്നോട് ചോദിച്ചു പോരുത്. പോയി കിടന്നുറങ്ങ്. പോ. ഒന്ന് എഴുന്നേറ്റേ. അനിയൻകുട്ടി ഇപ്പൊ ഇവിടെ വന്നിരുന്നു. എന്നോടവൻ ചോദിക്കുക. ഞാൻ കേട്ടു. അവൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നു. മോനെ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? നീ എപ്പോഴാ വന്നേ? നോക്കേ, അനിയൻകുട്ടൻ. വേണ്ട, ആരെയും വിളിക്കണ്ട. എനിക്ക് ആരെയും കാണണ്ട. മോനെ, ഒരിക്കലെങ്കിലും എല്ലാവരുടെ മുമ്പിൽ എനിക്കും ജയിക്കണം. എപ്പോഴും ജയിക്കുന്ന നിങ്ങളുടെ മകനില്ലേ ആ രാജകുമാരൻ, ഇനി ജയിക്കാൻ അവൻ ജീവനോടെ ഉണ്ടാവില്ല. നീ എന്താടാ പറഞ്ഞത്? നീ അവനെ എന്താ ചെയ്തേ? എന്താ ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇവൻ വിഷ്ണുവിനെ അപകടപ്പെടുത്താൻ എന്തോ. മഹാഭാവി, നീ എന്ത് ദുഷ്ടത്തരാ കാണിച്ചത്? മോനെ, നിന്റെ മനസ്സിലുള്ളത് മുഴുവനും തെറ്റാണ്. അത് നീയല്ല, അവനാണ്. നിന്റെ ഏട്ടനെയാ ഞങ്ങൾ എടുത്ത് വളർത്തിയത്. അവന്റെ അച്ഛനാണ് ആശുപത്രിയിൽ മരിച്ചതുപോലെ ജീവിക്കുന്ന ആ പാവം മനുഷ്യൻ. വേണ്ട, എന്നെ പറ്റിക്കാൻ മാറ്റി പറയണ്ട. എല്ലാം എനിക്കറിയാം. നിനക്കൊന്നും അറിയില്ല. അവൻ പ്രാർത്ഥിച്ചിട്ടാണ് നീ അനിയനായി എന്റെ വയറ്റിൽ ജനിച്ചത്. എനിക്ക് പറക്കാതെ പോയ എന്റെ മകനാണ് അവൻ. എന്റെ പ്രാണനാ. മനസ്സിലായോ നിനക്ക്? സ്വന്തം മകനായ നിന്റെ മുമ്പിൽ എടുത്തു വളർത്തിയ വിഷ്ണു ഒറ്റപ്പെട്ടു പോവാതിരിക്കാനാ ഞങ്ങൾ അവനെ ഹൃദയം തുറന്ന് സ്നേഹിച്ചത്. അതെല്ലാം നീ തെറ്റിദ്ധരിച്ചു. സത്യം പറഞ്ഞാൽ നീ കാട്ടിക്കൂട്ടിയതൊക്കെ തന്നെ അവനും ചെയ്യും. അതാ എല്ലാം മറച്ചു വെച്ചത്. പറ, നിന്റെ ഏട്ടനെ നീ എന്താ ചെയ്തത്? ഞാനല്ല, അവരെന്തോ. കേക്കണ്ട, കടന്നു പോയവിടുന്ന്. അവനില്ലാതെ നീ ഇല്ല. ഞങ്ങൾക്ക് 2 മക്കളില്ല. 2 ചേർന്നുള്ള ഒറ്റ മകനേ ഉള്ളൂ. അവനില്ലാതെ അവൻ ഈ വീട്ടിൽ നിന്നെ ഞങ്ങൾക്ക് വേണ്ട. വേണ്ടടാ, പൊയ്ക്കോ. ഇത് നിന്നെ ഞങ്ങൾക്ക് കാണണ്ട. സ്നേഹവും വാത്സല്യവും പിന്നെ ശകാരവും ഇതൊക്കെ ഒത്തിണങ്ങിയതാണ് അമ്മ. കൂട്ടുകാർ എപ്പോഴും സ്നേഹിക്കുന്ന അമ്മമാരിലെ കണ്ടിട്ടുള്ളൂ.
ശകാരിക്കുന്ന അമ്മമാരെ കണ്ടിട്ടില്ലല്ലോ, ദേ ഇപ്പൊ കാണാം. സാറേ, അത് സത്യമല്ല. രാമകൃഷ്ണൻ കല്യാണം കഴിഞ്ഞത് മുതൽ അവന്റെ ഭാര്യ വീട്ടിലാ താമസം. അത് ഈ പിള്ള ഇറക്കി വിട്ടതൊന്നുമല്ല, അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ. ഇക്കാര്യത്തിൽ പുറത്തുനിന്നുള്ള ഒരാളുടെ അഭിപ്രായം എനിക്കറിയണ്ട. ഗോപാലകൃഷ്ണ പിള്ളയുടെ മൊഴിയെടുക്കാനാ ഞാൻ വന്നത്. നിങ്ങൾ എന്ത് പറയുന്നു? പരാതി സത്യമാണോ? അല്ല, കള്ളമാണ്. സത്യമാ സാറേ. എന്റെ മോനെ അവന്റെ ഭാര്യ ഇവൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. സ്വന്തം അമ്മയുടെ ഈ സാക്ഷിമൊഴി വാലിഡാ പിള്ളേ. ഇത് മതി തന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാൻ. ഇത് കോടതി വന്ന് പറയുമല്ലോ അല്ലേ? ഓ പറയാം, എവിടെ വേണേ പറയാം. അനിയൻ കൊടുത്തിരിക്കുന്ന സിവിൽ കേസിന് സപ്പോർട്ടായി ഈ ക്രിമിനൽ കേസും കൂടെ ആവുമ്പോ തന്റെ കാര്യം കഷ്ടത്തിലാവുമല്ലോ പിള്ളേ. എപ്പോഴും ഒരാൾ മാത്രം ജയിച്ചാ പോരല്ലോ. പണം ഡെപ്പോസിറ്റ് കൊടുത്തവരൊക്കെ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചോണ്ട് പോയിക്കോ. ഈ കപ്പല് മുങ്ങി തുടങ്ങി. ദേവിയമ്മ ഈ പറഞ്ഞത് കന്നന്തിരിവായി പോയി. ഇവന് നിങ്ങളുടെ മകനല്ലയോ? ആന്നോ? അമ്മയെന്ന് വിളിക്കുന്നോണ്ട് മാത്രം ഒരുത്ത മകനാകുകയല്ല, സ്നേഹം കാണിക്കണം, കരുതൽ കാണിക്കണം. സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു കള്ളം പറയാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? അവനോട് ഭാര്യ വീട്ടിൽ പോയി താമസിക്കാൻ ഉപദേശിച്ച അമ്മയല്ലയോ? അവനെ നീ ഈ വീട്ടിൽ നാട്ടിൽ പുറത്താക്കിയിട്ടില്ലായിരിക്കാം. പക്ഷെ ഈ വീട്ടിൽ രണ്ട് അന്യനെ പോലെ അവനും ഭാര്യയും ജീവിക്കണമെന്ന് ഉത്തരവിട്ടതാരാ? പറ. സഹി കെട്ട് ഇറങ്ങിപ്പോയതാ എന്റെ കുഞ്ഞ്. അവന്റെ മനസ്സ് അത്ര കണ്ട് വേദനിച്ചിട്ടാ അവൻ കേസ് കൊടുത്തത്. ന്യായം അവന്റെ ഭാഗത്താ. എവിടെ ഞാൻ അവന് വേണ്ടി സാക്ഷി പറയും. ആഹാ, നിക്ക്. സ്വന്തം അനിയനെ കേസ് പറഞ്ഞ് തോപ്പിക്കാനും അവന് കാലണ പോലും വിട്ടുകൊടുക്കാതിരിക്കാനും നീ എന്ത് പോക്കണം കേടും കാണിക്കുമെന്ന് എനിക്കറിയാം. സ്വന്തവും ബന്ധവും നിനക്ക് വെറും പലിശ കണക്കാ. നിന്റെ വിചാരം എന്തുവാ? നീ വലിയ മിടുക്കനാന്നോ? ഒരമ്മയും സ്വന്തം മകനെ പ്രാകാത്ത പോലെ നിന്നെ ഞാൻ പ്രാഗിട്ടുണ്ടടാ. അമ്മയുടെ അനുഗ്രഹത്തിലോ ഗുരുത്വത്തിലോ ഒന്നും നിനക്ക് മഹിമ കാണത്തില്ല. പക്ഷെ ഒന്ന് നീ അറിഞ്ഞോണം, പെറ്റതല്ലയുടെ ഉള്ളു പൊള്ളിച്ച ഒരുത്തരും ഗതി പിടിച്ചിട്ടില്ല ഇന്നേവരേക്കും. നിന്റെ മനസ്സിൽ ശകലം മനുഷ്യത്വം ബാക്കി നിപ്പുണ്ടെങ്കി ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നെ ദണ്ണിപ്പിച്ച് നിന്റെ അനിയന് ദ്രോഹം ചെയ്ത് നീ കുന്നുകണക്കിന് വാരി കൂട്ടുന്ന പണത്തിന് എന്തർത്ഥമാടാ ഉള്ളത്? കോടതി മുറിയിലല്ല, എന്റെ മുമ്പിലാ നീ ഉത്തരം പറയേണ്ടത്. നീ ചെയ്യുന്നൊക്കെ ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. കൂട്ടുകാർക്ക് ഇന്നത്തെ സിനിമ പറ്റി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അമ്മമാരെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷയോടെ. It's me signing off. Bye.